അത് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു. അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സോഞ്ചേട്ടൻ ഹെൽത്ത് സെക്രട്ടറി ആണ് കാണാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഹെൽത്ത് സെക്രട്ടറിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി ഡെപ്യൂട്ടി ചെയ്തിട്ട് ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. നമസ്കാരം. ഒരു ജനപ്രതിനിധിക്ക് വിദേശത്ത് പോകാൻ കേന്ദ്രാനുമതി വേണമെന്ന വ്യാജ പ്രചാരണങ്ങൾ, അതിന് പിന്നാലെ വ്യക്തിഹത്യകൾ, പോരാത്തതിന് വോട്ട് ചെയ്ത ജനങ്ങളെയും സ്വന്തം നാടിനെയും കഴുതകളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ചില സോഷ്യൽ മീഡിയ പ്രകടനങ്ങൾ. വിമർശനം ജനാധിപത്യത്തിന്റെ അവകാശമാണ്. പക്ഷേ അത് ആക്ഷേപവും വിവരക്കേടുമായി മാറുമ്പോൾ മറുപടി പറയാതിരിക്കാൻ കഴിയുന്നില്ല. UK മലയാളിയും കേരളത്തിലെ മലയാളിയും തമ്മിൽ ബുദ്ധിയിൽ എന്ത് വ്യത്യാസമാണുള്ളത്? വസ്തുതകൾ യഥാർത്ഥത്തിൽ എന്താണ്? യഥാർത്ഥ നിയമം എന്താണ്? ഈ വീഡിയോയിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇവിടെ ചാണ്ടിയുമ്മന്റെ UK വരവുമായി ചില FBയിലും യൂട്യൂബിലും മറ്റും ചില ബ്ലോഗർമാർ നടത്തിയ വ്യാജ പ്രചാരണങ്ങൾ ഒന്ന് നമുക്ക് വിലയിരുത്താം. സുഹൃത്തുക്കളെ, ഒരു വീഡിയോയിൽ ഞാനൊരു അവകാശവാദം കേട്ടു. അതിൽ പറയുന്നത് ഒരു MLA വിദേശത്ത് പോകണമെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ, അതായത് MEAയുടെ അനുമതി നിർബന്ധമാണെന്നും അത് വാങ്ങാതെ പോയാൽ പ്രശ്നമുണ്ടാകുമെന്നും ആരെങ്കിലും പരാതി നൽകിയാൽ 3 വർഷത്തേക്ക് ആ MLAക്ക് വിദേശത്ത് പോകാൻ കഴിയില്ലെന്നും ആയിരുന്നു. ഈ വിഷയത്തിൽ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ വാദം എന്താണ്? ഒരു MLA വിദേശത്ത് പോകാൻ MEAയുടെ അനുമതി വേണം. ഇത് പൊതുവെ ഒരു ശരിയായ പ്രസ്താവനയല്ല. അതായത് ഒരു സംസ്ഥാന MLA സ്വകാര്യ ആവശ്യത്തിനോ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുവാനോ പ്രവാസി മലയാളികളെ കാണുവാനോ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ സാധുവായ പാസ്പോർട്ടും ആവശ്യമായ വിസയും ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാ വിദേശ യാത്രക്കാർക്കും MEAയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർബന്ധം നിലവിൽ ഇല്ല. അതാണ് സത്യം. അപ്പോൾ ചിലർ ചോദിക്കും, വിദേശ രാജ്യത്തെ മന്ത്രിമാരെയോ സർക്കാർ പ്രതിനിധികളെയോ കാണാൻ ഒരു രാജ്യത്തെ MLAയോ MPയോ പോകുമ്പോഴും ഇത് തന്നെയാണോ സ്ഥിതി എന്ന്? അവിടെയാണ് കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമാകുന്നത്. ഒരു MLAയെ ഇന്ത്യയെ ഔദ്യോഗികമായി പ്രതിനിധീകരിച്ച് വിദേശ സർക്കാരുമായി ഔദ്യോഗിക ചർച്ചകൾ നടത്തുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരുമായും വിദേശകാര്യ മന്ത്രാലയമായും ഏകോപനം ഉണ്ടാകണമെന്നത് സാധാരണ നടപടിയാണ്. പക്ഷെ അതുകൊണ്ട് എല്ലാ വിദേശ സന്ദർശനങ്ങൾക്കും ഒരേ നിയമമാണെന്ന് നമുക്ക് പറയാനാവില്ല. ഒരു പ്രവാസി സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുക്കുന്ന പരിപാടിയിലോ സൗഹൃദ കൂടിക്കാഴ്ചയിലോ പൊതുപരിപാടിയിലോ ആണെങ്കിൽ എല്ലാ സാഹചര്യങ്ങളെയും MEAയുടെ മുൻകൂർ അനുമതി നിർബന്ധമാണെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഇനി ആ മാന്യ സുഹൃത്തിന്റെ അടുത്ത വാദം എന്താണ്? ചാണ്ടിയുമ്മൻ UK സന്ദർശിക്കാൻ എത്തിയപ്പോൾ കേന്ദ്ര മന്ത്രാലയവുമായി ഒരു സംവാദവും ചെയ്തിട്ടില്ല എന്നത് വ്യക്തമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത അത്യാവശ്യമായി ഉണ്ടാകേണ്ടത്. അതായത് ഒരു വ്യക്തി ആരെയൊക്കെ കണ്ടു, അല്ലെങ്കിൽ എന്തെല്ലാം പരിപാടിയിൽ പങ്കെടുത്തു, ആ സന്ദർശനത്തിന്റെ സ്വഭാവം എന്തായിരുന്നു എന്നൊന്നും വ്യക്തമായ തെളിവില്ലാതെ അത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് പറയുന്നത് ശരിയായ സമീപനമല്ല. ഇനി അദ്ദേഹത്തിന് ഇതേ തുടർന്ന് മറ്റൊരു ആരോപണം കൂടി ഉണ്ട്. അതായത് ഇതാരെങ്കിലും ഈ MLA പറ്റി ഈ വിവരം പറഞ്ഞ് MEAയ്ക്ക് ഒരു പരാതി നൽകിയാൽ 3 വർഷത്തേക്ക് MLA എന്ന നിലയിൽ ചാണ്ടിയുമ്മന് വിദേശത്ത് പോകാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് വ്യക്തമായ നിയമപരമായ അടിസ്ഥാനമില്ല എന്നതാണ് വസ്തുത. ഇത്തരത്തിൽ 3 വർഷത്തെ വിദേശയാത്ര വിലക്ക് എന്നൊരു പൊതു നിയമം നിലവിലില്ല. ഒരാളുടെ യാത്ര നിയന്ത്രിക്കണമെങ്കിൽ അതിന് കോടതി ഉത്തരവോ നിയമപരമായ വിലക്കോ പാസ്പോർട്ട് സംബന്ധമായ നടപടികളോ പോലുള്ള വ്യക്തമായ നിയമ അടിസ്ഥാനം ആവശ്യമാണ്. അതിനാൽ പരാതി കൊടുത്താൽ 3 വർഷം വിദേശത്തേക്ക് പോകാൻ കഴിയില്ല എന്ന വാദം നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് പറയാനാവില്ല. അതിനാൽ ഒരു അഭ്യർത്ഥനയുള്ളത്, നമ്മൾ വിമർശനം നടത്തുമ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നടത്തണം. നിയമം പറയുന്ന കാര്യം നിയമം പോലെ തന്നെ പറയണം. അഭിപ്രായം അഭിപ്രായമായും വസ്തുത വസ്തുതയായും അവതരിപ്പിക്കണം. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഒരു MLAയെ നമുക്ക് വിമർശിക്കാം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയും വിമർശിക്കാം, തീരുമാനങ്ങൾ വിമർശിക്കാം. അതെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ
അദ്ദേഹത്തെ പൊട്ടൻ എന്ന് വിളിക്കുന്നത് രാഷ്ട്രീയ വിമർശനമല്ല സുഹൃത്തെ. അത് വാദം തീരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷ മാത്രമാണ്. ഈ മാന്യ വ്യക്തി ഇത്രയുമൊക്കെ ചാണ്ടിയുമ്മനെ പറ്റി പറഞ്ഞപ്പോൾ നമുക്കൊന്നു പരിശോധിക്കാം, ആരാണ് ഈ ചാണ്ടിയുമ്മൻ എന്നത്, അല്ലെങ്കിൽ എന്താണ് ചാണ്ടിയുമ്മന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നൊന്ന് പരിശോധിക്കാം. അതായത് ചാണ്ടിയുമ്മൻ ഹിസ്റ്ററിയിൽ BA ബിരുദം നേടിയ ഒരു വ്യക്തിയാണ്. അതേ ഹിസ്റ്ററിയിൽ MAയും അദ്ദേഹം പൂർത്തിയാക്കി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ചാണ്ടിയുമ്മൻ. അതുപോലെ തന്നെ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLM നേടിയിട്ടുണ്ട്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭരണഘടനാ നിയമത്തിൽ മറ്റൊരു LLMഉം അദ്ദേഹം നേടി. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠന പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ. ഇതെല്ലാം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായും വിമർശിക്കാം. അതിന് എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ഇത്രയും വിദ്യാഭ്യാസവും നിയമ പഠനവും പൊതുജീവിത പരിചയമുള്ള ഒരാളെ പൊട്ടനെന്ന് വിളിച്ചാൽ അത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ആ വാക്ക് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ സംവാദ നിലവാരത്തെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി, പുതുപ്പള്ളി മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ 50,000-ൽ പരം വോട്ടുകൾക്കാണ് വിജയിപ്പിച്ചത്. ജനാധിപത്യത്തിന്റെ അന്തിമ വിധി പറയുന്നത് യൂട്യൂബ് ചാനലിലല്ല, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവിലുമല്ല, പൊതുജനങ്ങളാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, ചാണ്ടിയുമ്മനെ പൊട്ടനെന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിച്ച 10,000-കണക്കിന് വോട്ടർമാരെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? അതാണ് ഈ വാദത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം. ജനങ്ങളെ ബഹുമാനിക്കണം സുഹൃത്തെ, ജനവിധിയെയും നമ്മൾ ബഹുമാനിക്കണം. വാദത്തിന് മറുപടി വാദം കൊണ്ടാവണം, തെളിവിന് മറുപടി തെളിവ് കൊണ്ടാവണം. അപമാനം കൊണ്ട് രാഷ്ട്രീയം ഒരിക്കലും വിജയിക്കത്തില്ല. ഒരാളെ അധിക്ഷേപിച്ചാൽ ഒരു നിമിഷത്തെ കയ്യടി ചിലപ്പോൾ അങ്ങേ കിട്ടിയേക്കാം. പക്ഷേ ചരിത്രത്തിൽ ബഹുമാനം നേടുന്നത് ആശയങ്ങൾ കൊണ്ട് മാത്രമാണ്. അധിക്ഷേപങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ബഹുമാനം നേടിത്തരില്ല, അത് ഉറപ്പ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഒരു MLA വിമർശിക്കാം, ഒരു പാർട്ടിയെയും വിമർശിക്കാം. അതൊന്നും ഒരു തെറ്റല്ല. പക്ഷേ ലക്ഷക്കണക്കിന് മലയാളികളെ കഴുത എന്ന് വിളിക്കുന്ന നിമിഷം അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ വിമർശനമല്ല, ജനങ്ങളെ അവമാനിക്കലാണെന്ന് നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയും. അതായത് കേരളത്തിലെ ജനങ്ങളെ കഴുതയാക്കാമെന്ന് പറയുന്നു. അതേസമയം UK-ൽ 10, 20, 25 വർഷമായി താമസിക്കുന്ന മലയാളികൾ മാത്രമാണ് ബുദ്ധിമാന്മാർ എന്ന ആശയത്തിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നത് അത്യധികം തെറ്റായ ഒരു ചിന്തയാണ്. ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഇന്ന് UK-ൽ ജീവിക്കുന്ന നമ്മളിൽ എത്ര പേരുണ്ട് കേരളത്തെ വെറുത്തിട്ട് ഇങ്ങോട്ട് വന്നവർ? അല്ലെങ്കിൽ എത്ര പേരുണ്ട് സ്വന്തം നാടും വീടും മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് വളരെ സന്തോഷത്തോടെ വിമാനം UK-ലേക്ക് കയറിയവർ? നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കൂടുതൽ നല്ല ജോലിയും മികച്ച ശമ്പളവും കുടുംബത്തിന് നല്ലൊരു ജീവിതവും അല്ലെങ്കിൽ മക്കളുടെ ഭാവി ഇതൊക്കെയാണ് തേടി ഈ രാജ്യത്തെത്തിയിരിക്കുന്നത്. അതേസമയം നമുക്ക് കേരളത്തിൽ ഇതേ അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ പലരും സ്വന്തം നാട്ടിൽ തന്നെ തുടരാൻ ആഗ്രഹിച്ചേനെ. അതുകൊണ്ട് UK-ൽ വന്നിട്ട് 20, 25 കൊല്ലം ആയതിനു ശേഷം ഒരാൾ മറ്റൊരേക്കാൾ ബുദ്ധിമാന്മാരായി എന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. നമ്മൾ ഒന്ന് നോക്കണം, നമ്മുടെ കേരളത്തിൽ ഇന്നും ജീവിക്കുന്നവർ അവർ അധ്യാപകന്മാരാണ്, ഡോക്ടർമാരാണ്, അവർ എഞ്ചിനീയർമാരാണ്, കർഷകരാണ്. വലിയ പ്രളയ സമയത്ത് കേരളത്തെ മുഴുവൻ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളായ പോരാളികളാണ്. ചിലർ നേഴ്സുമാരാണ്, സർക്കാർ ജീവനക്കാരാണ്, സ്വകാര്യ മേഖലയിൽ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അവരാണ് നമ്മുടെ കുടുംബങ്ങളെ ഇന്ന് കേരളത്തിൽ സംരക്ഷിക്കുന്നത്. നമ്മുടെ നാടിനെ അവരാണ് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള നമ്മുടെ സ്വന്തം കേരള ജനതയെ
അവരെ കഴുത എന്ന് വിളിക്കാൻ ആർക്കാണ് അവകാശം? പ്രവാസികൾ കേരളത്തിന്റെ അഭിമാനം തന്നെയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ജീവിക്കുന്നവരും നമ്മുടെ അഭിമാനമാണ്. അവരെ തമ്മിൽ ഏറ്റുമുട്ടിക്കുകയല്ല വേണ്ടത്, അവരെ പരസ്പരം ബഹുമാനിക്കുകയാണ് സുഹൃത്തെ നമ്മൾ ചെയ്യേണ്ടത്. രാഷ്ട്രീയ അഭിപ്രായം വേറെയാകാം. ഞാൻ കോൺഗ്രസ്സുകാരനാകാം, നിങ്ങൾ CPM-കാരനാകാം, മറ്റൊരാൾ BJP ആകാം. പക്ഷെ അതിന്റെ പേരിൽ സ്വന്തം ജനങ്ങളെ ഒരിക്കലും അപമാനിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയ നേതാവിനെ വിമർശിക്കാൻ തെളിവുകൾ വേണം, വാദങ്ങൾ വേണം. എന്നാൽ ഒരു ജനതയെ മുഴുവൻ അധിക്ഷേപിക്കുന്നത് വാദത്തിന്റെ ശക്തി അല്ല സുഹൃത്തെ, അത് താങ്കളുടെ വാദത്തിന്റെ ദൗർബല്യമാണ്. അതുകൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം ബഹുമാനിക്കുന്ന സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളെ ബഹുമാനിക്കണം, പ്രവാസികളെയും ബഹുമാനിക്കണം. രാഷ്ട്രീയം മാറാം, അധികാരം മാറാം, അഭിപ്രായങ്ങളും മാറാം. പക്ഷെ സ്വന്തം ജനങ്ങളെ അവമാനിക്കുന്ന ഭാഷ ഒരിക്കലും ശരിയല്ല സുഹൃത്തെ. കേരളത്തിന്റെ മലയാളികൾ പ്രബുദ്ധരാണ്, UK-യിലെ മലയാളികളും പ്രബുദ്ധരാണ്. ബുദ്ധി അളക്കുന്നത് ഒരു രാജ്യത്തിന്റെ വിലാസം നോക്കിയല്ല സുഹൃത്തെ, മനുഷ്യന്റെ ചിന്തയും പെരുമാറ്റവും നോക്കി മാത്രമാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കഴുത എന്ന് വിളിച്ച പരാമർശം പിൻവലിക്കുകയും അങ്ങ് തിരുത്തുകയും ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. കാരണം അഭിപ്രായ വ്യത്യാസം ജനാധിപത്യമാണ്. എന്നാൽ സ്വന്തം ജനങ്ങളെ അവമാനിക്കുന്നത് ഒരിക്കലും ജനാധിപത്യമല്ല. തീർച്ചയായും അങ്ങയുടെ വാക്കുകൾ തിരുത്തും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുതേ എന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത്തരമൊരു മനോഭാവം ഒരിക്കലും മലയാളികൾക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ തന്നെ അതിന് നടപടി എടുത്തേ മതിയാവും. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരം വലിയൊരു പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായി ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. തീർച്ചയായും നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കും. ഓരോ കമന്റിനും വ്യക്തമായ മറുപടിയും ഞങ്ങൾ നൽകും എന്നും ഉറപ്പ് നൽകട്ടെ. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.